കണ്ടാ HP ലാപ്ടോപ്പ് വെറും 3000 രൂപ. അതും ഒരെണ്ണേ ഉള്ളു. ആദ്യം ആര് വരുന്നോ അവർക്ക് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കും. സംഭവം ഉള്ളതാണ് കേട്ടോ. ടാബിന് നമ്മളൊരു പുതിയ ടാബ് ഒരു കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണമെങ്കിൽ എത്ര രൂപ ആവും? ഏകദേശം ഒരു 3000 രൂപ 4000 രൂപ. ആ ടാബിന്റെ പൈസ അല്ലേ ആകത്തുള്ളൂ. ഒരു 3000 രൂപയ്ക്ക് HP ലാപ്ടോപ്പ്. അത് എന്തുകൊണ്ടാണ് ഈ റേറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഈ HP ലാപ്ടോപ്പ് അവരുടെ ബേസ് മോഡൽ ലാപ്പാ. ഒരു പുതിയതിന് 15000 രൂപ റേഞ്ചിലൊക്കെ അവർ ഇറങ്ങിയ സമയത്ത് 15-18 റേഞ്ചിൽ അവർ വിറ്റോണ്ടിരുന്നതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ഹാൻഡ് വന്നതാ. കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മൗസും എല്ലാം വർക്കിംഗ് ആണ്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബ്രൗസിങ് ചെയ്യാം. നല്ല രീതിയിൽ നെറ്റിൽ കയറി ബ്രൗസ് ചെയ്യാം. അത് മാത്രമല്ല അത്യാവശ്യം പിള്ളേർക്ക് യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ലാപ്ടോപ്പാണ്. അല്ല നമ്മുടെ സാധാ ഒരു യൂസിന് വലിയൊരു യൂസിന് പറ്റിയ ഒരു ലാപ്ടോപ്പ് അല്ല. കാര്യം 2GB റാം, 32GB മെമ്മറി, പിന്നെ എന്ന് പറഞ്ഞാൽ സെലിറോൺ പ്രോസസർ, ഏറ്റവും കുറഞ്ഞൊരു പ്രോസസറാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് എക്സ്റ്റേണൽ ഇടാൻ പറ്റും. മെമ്മറി കാർഡ് എക്സ്റ്റേണൽ ഇട്ടിട്ട് അതിനകത്ത് സിനിമയോ വീഡിയോസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണാം. പിന്നെ പിള്ളേർക്ക് വേർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, ടൈപ്പിംഗ് പഠിക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ലാപ്ടോപ്പാണ്. ഒരെണ്ണേ ഉള്ളൂ. അതാ നോക്കിയ HP ഇതിന്റെ കൂടെ ചാർജറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ബോക്സും കാര്യങ്ങളൊന്നുമില്ല, ചാർജറും എല്ലാം വരുന്നുണ്ട്. ഒരു കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അടിപൊളി ലാപ്ടോപ്പാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോഴേ ഇതേപോലെ അടിപൊളി ഓഫറുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ഓഫർ ആയിരിക്കും ഇനി വരുന്നത് അങ്ങോട്ട്. അത് മാത്രമല്ല ഗീവ് അവേ ഉണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള പല ഓഫറുകളും പൗച്ചിന്, ആക്സസറീസിന് എല്ലാ ഓഫറുകളും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ.